വെൽക്കം ടു റൂട്ടെക്സ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ CJPയുടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായി അത് തുടങ്ങിയിട്ട്. അത് ഇപ്പോൾ കുറച്ച് ഒരു 3-4 ദിവസമായിട്ട് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആംഗിളുകളെല്ലാം മാറി വലിയൊരു പ്രൊട്ടസ്റ്റിലേക്കും പാർലമെൻറ്റ് മാർച്ചിലേക്കും കാര്യങ്ങളിലേക്കും പോലീസിൻ്റെ ലാത്തി ചാർജിലേക്കും അങ്ങനെ വളരെ വലിയൊരു വൈഡായിട്ടുള്ള, ഇപ്പം വേണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ അതൊരു വലിയൊരു പ്രൊട്ടസ്റ്റായിട്ട് മാറുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഞാൻ ഇപ്പം നിലവിൽ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇത് തുടങ്ങിയത് സോനം വാങ്ചുക്കിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഓൾറെഡി സോനം വാങ്ചുക്ക് അവർ നിരാഹാരം അവസാനിപ്പിച്ചു. ഇതിൽ എനിക്ക് എൻ്റെ ഒരു സൈഡ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു CJP എന്ന് പറയുന്ന ഈ ഒരു ഇത് കമ്മ്യൂണിറ്റി ഇത് തുടങ്ങിയത് സോഷ്യൽ മീഡിയ വഴി ഇത് തുടങ്ങിയത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത് ചെറുപ്പക്കാരെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കോക്രോച്ചുകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചതിൻ്റെ ഒരു ഇതിലും കൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അതിനുശേഷം നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് വലിയൊരു രീതിയിലേക്ക് ഇത് മാറി, ഒരു പ്രൊട്ടസ്റ്റ് ലെവലിലേക്ക് ഇത് മാറി. പക്ഷേ നിലവിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചോദ്യപേപ്പർ ചോർച്ചേൻ്റെ ഭാഗമായിട്ട് വന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് സൈഡിൽ നിന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അതിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ എല്ലാം ഇത് റീസ്ട്രക്ചർ ചെയ്തു. അത് പഴയ ഇത് ക്യാൻസൽ ചെയ്ത് പുതിയ എക്സാം നടത്തി. 10-22 ലക്ഷത്തോളം കുട്ടികൾ ഇത് എക്സാം എഴുതി. 11 ലക്ഷത്തിന് മേലെ കുട്ടികൾ ഇത് പാസ്സായി. അങ്ങനെ അത് ഇപ്പം വേറെ ലെവലിൽ ആ കുട്ടികളുടേതായ ലെവലിൽ അവർ എക്സാം എഴുതേണ്ടവരെഴുതി, അവർ പാസ്സായി, അവർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പം നിലവിൽ ഈ ഒരു നീറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഈ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ ലെവലിലേക്ക് വന്നപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് എനിക്ക് പറയാനുള്ള വെച്ചാൽ നേരിട്ട് ഇത് കുട്ടികളിലേക്കാണ്. ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഞാൻ കാണുന്ന പോലെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനൽസ്, കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് നേരിട്ട് പറയാനുള്ളത് കുട്ടികളോടാണ്. കാരണം മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ കീനായിട്ട് ഈ കാണുന്ന പ്രൊട്ടസ്റ്റിനെ ഒന്ന് വിലയിരുത്തി നോക്കുക. അവിടെ ഉള്ള ആൾക്കാരായിക്കോട്ടെ, അവിടെ വിളിക്കുന്ന ജൈവിളികളായിക്കോട്ടെ, അവിടെ ഇപ്പം നടക്കുന്ന കലാപം ആയിക്കോട്ടെ, ഇതെല്ലാം അതിലേക്ക് ഈ ശരിക്കും കോക്രോച്ചുകൾ അതിലേക്ക് വന്നു. കാരണം നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരത്തെ, നമ്മുടെ ഇന്ത്യൻ്റെ സമാധാനത്തെ മൊത്തം അടിച്ച് തകർക്കുന്ന രീതിയിൽ ഇത് ഒരു വലിയൊരു കലാപം സൃഷ്ടിച്ചിട്ട് കുറേ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ട്, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഇത് ആക്കണം എന്നുള്ള ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള ചിന്താഗതിയോട് കൂടി ഇതിലേക്ക് പല രീതിയിലുള്ള ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രൊട്ടസ്റ്റ് സ്ഥലത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ഒരു കുട്ടികളും ഇല്ല. അതിൽ കുറേ സോ കോൾഡ് പാർട്ടിക്കാർ, അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇന്ത്യനെ ഏത് രീതിയിൽ തകർക്കാമെന്ന്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് തക്കം പാർക്കുന്ന കുറേ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ അതിലുള്ളത്. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. മക്കളെ, നിങ്ങളിത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല. നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇതാവാം. ഇപ്പം നിങ്ങൾ സിമ്പിളൊന്ന് ആലോചിച്ചാൽ ഏകദേശം 1 മാസക്കാലത്തോളം വളരെ സമാധാനപരമായിട്ട് പോയൊരു കാര്യമാണ്. അന്ന് ഈ ഒരു വ്യക്തി ഇപ്പം പിന്നെ CJP എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഒരു വ്യക്തിക്ക് ഇത്രയധികം ഓളം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ സോ കോൾഡ് പിന്നെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരൊക്കെ എവിടെ പോയിരുന്നു? നമ്മുടെ രാഹുൽ ഗാന്ധി എവിടെ പോയിരുന്നു? ആള് ടൂറ് പോയിട്ടാണ്ടായത് പട്ടായയിൽ. അതിനുശേഷം ഇതൊരു കുറച്ച് ലെവലിലേക്ക് പോകുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് ആള് തിരിച്ചു വന്ന് ഒരു ഭയങ്കര നാടകമൊക്കെ നടത്തിയത്. ഇത് ഗവൺമെന്റിന് അറിയാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരാളുടെ ഒരു രാജി മാത്രം പറഞ്ഞും കൊണ്ടല്ല ഇപ്പം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എക്കോണമി, അതുപോലെ സമാധാനം കംപ്ലീറ്റ് തകർത്ത് ഇന്ത്യനെ ഒരു ബംഗ്ലാദേശ്, ഒരു നേപ്പാളും, ഒരു ശ്രീലങ്കയൊക്കെ ആക്കി മാറ്റാനുള്ള പരിപാടിയിലാണ്. ഇത് അതിനെ സമ്മതിക്കാൻ പറ്റൂല. കാര്യം ഈ പറയുന്ന കുട്ടികൾ, ഇപ്പം നിങ്ങൾ ഈ CJP എന്ന് പറയുന്ന പാർട്ടി, ഈ ഒരു കമ്മ്യൂണിറ്റി, അവർ ഇത് പിന്നെ
കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതാണോ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, അവിടെ കുട്ടികളില്ല. അവിടെ ഇതൊരു പ്രക്ഷോഭമായിട്ട് മാറിയ ഭയങ്കര ലെവലിലേക്ക് എന്താണ് രാജ്യവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്നതാണോ ഇവർ പറയുന്ന പ്രൊട്ടസ്റ്റ്? സമാധാനപരമായ പ്രൊട്ടസ്റ്റ് അല്ല, അങ്ങനെയല്ല. അതെ, കൂടാതെ ഇപ്പം നിലവിൽ 1-2 ദിവസങ്ങളായിട്ട് ഓരോരുത്തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുത്തന്റെ വീഡിയോ പുറത്തു വന്നു. ഞാൻ നേപ്പാളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ അവിടെ ഞാൻ പോലീസിനെ അടിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പറഞ്ഞ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ നെക്സ്റ്റ് വീഡിയോ വന്നു. ഇതാ അവന്റെ മാപ്പ് പറച്ചിലുമായിട്ട് വന്നിട്ട്. റിയാക്ഷൻ വീഡിയോ ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ലീഗൽ അഡ്വൈസർ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. ഇതെന്താ, ഇതെല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ? ഇതെന്താ ഉണ്ടായത്? അവന്റെ ആവേശം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കാര്യമല്ലേ പുറത്തേക്ക് വരുള്ളൂ. അതായത് എൻ്റെ രാജ്യം കത്തിക്കാനുള്ള സമയമായി, എനിക്കതിനുള്ള ചാൻസ് കിട്ടിയെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ടീം, അത് പുറത്തു വന്നു. അതല്ലേ ഉണ്ടായത്. ഇങ്ങനെയുള്ള എത്ര ആൾക്കാർ ഇപ്പം ഉണ്ട്. മലപ്പുറത്തുനിന്ന് ഒരുത്തം പോയിട്ട് സോക്കോൾ മുസ്ലിമാന്നുള്ള രീതിയിൽ പോയിട്ട് ഇത് ലോകാവസാനാണെന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ഇരവാദം ഉന്നയിക്കാൻ തുടങ്ങും. ഇതല്ലേ ഉണ്ടാവുക. ഇപ്പം നമ്മുടെ സിനിമാക്കാരായിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവർ പൈസ മേടിച്ചിട്ടാണ് ഇവിടെ പോയത് കാര്യം, ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം ഇപ്പം എനിക്കും തോന്നുന്നുണ്ട് ഒന്ന് പോകണം എന്നുള്ളത്. എന്താണെന്നറിയോ? നമ്മുടെ ഒരു ത്വരയാണ്, മീൻസ് അവിടെ എന്തോ നടക്കുന്നുണ്ട്, അവിടെ പോയാൽ 2 വീഡിയോ എടുത്താൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാണ്. അതായത് സോഷ്യൽ മീഡിയയിലും മറ്റും ഇതിനെക്കുറിച്ച് ഒരു ഇതാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അറ്റൻഷൻ കിട്ടും. ആ ഒരു ലെവലിലാണ് പല ആൾക്കാരും ഇതിന്. കാരണം അതുകൊണ്ടാണ് നീറ്റിന്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ ആർക്കും പറയാൻ പറ്റുന്നില്ല, CBSEയുടെ ഫുൾ ഫോം ചോദിക്കാൻ ആർക്കും പറയാൻ പറ്റില്ല. കാരണം കുട്ടികളല്ല അവിടെ ഉള്ളത്. ഈ ഒരു നീറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളല്ല അവിടെ ഉള്ളത്. ഉണ്ടാവാം, 1-2 അവിടെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ അവര് എക്സാം കഴിഞ്ഞ് അവരുടെ ഭാവി, അതായത് ആ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ അവിടെ വിടും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ചെറുപ്പക്കാർ, ഒരു 20 വയസ്സ് 25 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെ കുട്ടികളെ നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഇതാക്കുക. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എത്ര നല്ലതാണ്. വിദ്യാഭ്യാസപരമായിട്ടും അതിൻ്റെ സാമൂഹികപരമായിട്ടും ഏത് ലെവലിലാണെന്നുള്ളത് നിങ്ങൾ വെറുതെ ഒന്നും വേണ്ട, നിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒന്ന് ട്രാവൽ ചെയ്താൽ മതി. പുറത്തൊന്നും പോകണമെന്നില്ല. കാരണം നമ്മുടെ രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ സെറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ സുഖമായി പഠിച്ച് ജോലി ചെയ്ത് നല്ല അന്തസ്സായി ജീവിച്ചു പോകാൻ പറ്റുന്ന രാജ്യമാണ്, സമാധാനമാണ്. ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ ഇപ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു, നമ്മുടെ രാജ്യത്ത് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. പുറത്തെ രാജ്യങ്ങളിൽ ഈ പറയുന്ന കോക്രോച്ചുകൾ കയറി. കാരണം ഇപ്പൊ കോക്രോച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റിസ് പറഞ്ഞതല്ല ശരിക്കും പറയേണ്ടത്. കോക്രോച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിതീവ്രമായി പല രീതിയിലും ചിന്തിച്ച് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരെയാണ് കോക്രോച്ചുകൾ എന്ന് പറയുന്നത്. കാരണം അവരാണ് കാർന്ന് തന്നെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ യങ്സ്റ്റേഴ്സ് ഇതിലേക്കൊന്നും വീഴരുത്. ഇതിലേക്കൊന്നും നിങ്ങൾ നിങ്ങളുടെ ഭാവി ചിന്തിക്കുക. ഇതിൽ പറയുന്നത് എന്താ? അവരുടെ ഫ്യൂച്ചർ ചിന്തിച്ചിട്ട്. ഇപ്പൊ ടൊവിനോ തോമസ് പറഞ്ഞൊരു പോയിന്റാണ്, ഫ്യൂച്ചർ ചിന്തിച്ചിട്ടാണ്. അങ്ങനല്ല. ഇതൊക്കെ ഈ ഒരു ട്രെൻഡ് ആ ലെവൽ പീക്കിൽ നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ കമന്റ് മാത്രമാണ്. രഞ്ജിനി ഹരിദാസ് എന്നാ എവിടെ പോയി? ഇപ്പൊ SFA പിന്നെ PSCയുടെ പിൻവാതിൽ നിയമനം ഈ നമ്മുടെ LDF ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി രഞ്ജിനി ഹരിദാസ്? എവിടെ പോയി? ഇപ്പോഴും ആ സമരം നടക്കുന്നുണ്ടല്ലോ. PSC വഴി പല പ്രശ്നങ്ങൾ നടന്നതിന്റെ പേരിൽ ഈ കുട്ടികൾ ഇപ്പൊ നമ്മുടെ കണ്ണൂര് തന്നെ വേറൊരു സ്റ്റുഡന്റ് സൂയിസൈഡ് ചെയ്തു ഡെന്റൽ കോളേജിൽ. അതുകൂടാതെ അതിന് മുന്നേ വയനാട്ടിൽ ഒരു കുട്ടി SFIക്കാരും മറ്റെല്ലാം ബന്ധപ്പെട്ടിട്ട് പ്രശ്നമായി. കുട്ടി എനിക്കൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എന്ന് വേണം പറയാണ്ട്. അത്രയും കാര്യത്തിൽ ചെയ്തു. അങ്ങനെ പല കേസും പലതും ഇവിടെ ആരും പ്രൊട്ടസ്റ്റ് നടത്തി കണ്ടില്ലല്ലോ, ഇവിടെ ആരും സപ്പോർട്ട് ചെയ്ത് കണ്ടില്ലല്ലോ. ഇവരൊക്കെ എവിടെ പോയി? അന്ന് ഈ സോഷ്യൽ മീഡിയ, അന്ന് ഇപ്പൊ ഈ മോഹൻലാലിന്റെ മോളും, അല്ലെങ്കിൽ ഈ പറയുന്ന ടൊവിനോ തോമസും, ഈ രഞ്ജിനി ഹരിദാസും, ഈ പറയുന്ന പിന്നെ പ്രകാശ് രാജും, ഈ പറയുന്ന അരുന്ധതി റോയ്, ഇവരൊക്കെ എവിടെ പോയി? ഈ ഇന്ത്യയിൽ മൊത്തത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പല ഇതുണ്ട്.
എല്ലാത്തിനെയും ഈ എതിർക്കുക എന്ന് പറയുന്നത്, ഇപ്പം പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, അത് പ്ലാൻഡ് പരിപാടി. അതായത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സംഖ്യവൽക്കരിക്കാം, ഞാൻ പക്ഷെ അങ്ങനല്ല. ഞാൻ പറയുന്നത് എൻ്റെ രാജ്യം ഇന്ന്, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരാള് ശ്രീ നരേന്ദ്രമോദി ഏത് ലെവലിലാണ് ഇത് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് ഇന്ന് ഇത്രയും ലോകരാഷ്ട്രങ്ങളുടെ മൊത്തം അറ്റൻഷൻ ഇന്ത്യയിലേക്ക് വന്നു. ഇത്രയും പ്രശ്നങ്ങൾ, ഇപ്പം ഗ്യാസിന്റെ പ്രശ്നം, യുദ്ധം നടന്നപ്പോഴത്തെ ഗ്യാസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. ശരിക്കും എന്താ പ്രശ്നം ഉണ്ടായത്? ഒരു ചെറിയൊരു ടൈറ്റ് വന്നു എന്നല്ലാതെ ഇവിടെ ആർക്കെങ്കിലും ഗ്യാസ് കിട്ടാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ ഗ്യാസ് ഇല്ലാതെ ബുദ്ധിമുട്ടായി നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അത്രയും പ്രീ പ്ലാൻഡ് ആണ് നമ്മുടെ രാജ്യം പോകുന്നത്. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ ആർട്ടിക്കിൾ 370 വന്നപ്പോൾ ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ. ഇതാ എൻ്റെ കയ്യിൽ ഈ ടാറ്റു കണ്ടിട്ട് എനിക്ക് തിരൂരിന്ന് എനിക്ക് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് തല്ലി പൊളിക്കാനും, കാരണം ഇതാണ് പ്രശ്നം. ഇതാണ്, ഞാനൊരു പാർട്ടിക്കാരനല്ല, ഞാനൊരു പിന്നെ ഒന്നുമല്ല. എനിക്ക് ആ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്ത് ഞാൻ വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 370 പ്രശ്നം നടക്കുമ്പോൾ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലെ ഈ ശിവന്റെ ടാറ്റു കണ്ടിട്ട് എന്നെ ആക്രമിക്കാൻ വന്ന നാടാ എൻ്റെത്, കേരളം. നിങ്ങൾ ആലോചിച്ചോളൂ. എന്നിട്ട് ഇവിടെ ആരെങ്കിലും ഇവിടെ ആരെങ്കിലും നാട് കടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്ന് എന്ത് വിഷയമായിരുന്നു നടന്നത്? ഒന്നും വേണ്ട. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അന്ന് ആ ബംഗ്ലാദേശിലൊക്കെ, പിന്നെ വെസ്റ്റ് ബംഗാളിലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പാകിസ്ഥാൻ പൗരൻ നമ്മുടെ ഈ വടകരയിൽ എവിടെയുണ്ട്, ഒരു പ്രായമുള്ള ഇത് പോയിട്ടുണ്ടാവുമോ? അന്ന് അത് ന്യൂസ് ഉണ്ടായിരുന്നു. പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് നമ്മുടെ നാട്. എന്നിട്ടാണ് ഈ പറയുന്ന കോക്രോച്ചുകൾ ഇപ്പം നമ്മുടെ രാജ്യത്തിനെ ഉള്ള ഈ സമാധാനം, നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവി കളയാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇതല്ല ശരിയായ മാർഗം. ഈ പറയുന്ന ഇവരെല്ലാവർക്കും ഫണ്ടിങ് ഉണ്ടാവാം, ഇവർക്കെല്ലാം എന്തെങ്കിലും ഒരു മെച്ചം ഇല്ലാതെ ഇതിങ്ങനെ ആക്കാൻ ശ്രമിക്കില്ല. ശരിക്കും ഇതിങ്ങനെ അല്ല ചെയ്യുന്നത്. ഗവൺമെന്റ് സൈഡിൽ നിന്ന് ചെയ്യേണ്ട എന്താണോ അതിന്റെ ആക്ഷൻ എടുക്കേണ്ടത് അത് എടുത്തിട്ടുണ്ട്. ഓക്കെ. അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ആർട്ടിക്കിൾ 370 എടുത്ത് അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 370 ബോല തക്ബീർ വിളിക്കുന്നു, അത് വിളിക്കുന്നു, ഇത് എന്തൊക്കെയാണ്? എന്താ നിങ്ങൾ ഈ രാജ്യത്തെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അതുകൊണ്ട് എനിക്ക് നീറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ച വന്നതും അതിന് 10-22 കുട്ടികൾ മരിച്ചതും ഇവർ തുടങ്ങി വെച്ച തുടക്കത്തിലെ ഇവരുടെ ചോദ്യങ്ങളും ഒക്കെ നല്ല, അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതും ഇതെല്ലാം പോയിന്റാണ്. അതിന് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇപ്പം നടക്കുന്ന പ്രൊട്ടസ്റ്റ് അത് ഞാൻ യോജിക്കുന്നില്ല. ഇത് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ്. പോലീസിനെ ആക്രമിക്കുക, പാർലമെന്റ് ആക്രമിക്കാൻ പോവുക, അങ്ങനെയുള്ള അതിന് ഏത് സോ കോൾഡ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ പോയിട്ട് പറഞ്ഞാലും ശരി, ഇത് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ.